വർഷങ്ങൾക്ക് മുമ്പുണ്ടായ തോട്ടങ്ങൾ തന്നെയെന്ന് തോന്നുന്നു. മതിൽ കെട്ട് കാണുമ്പോൾ അങ്ങനെ റിയാദിലുള്ള റിയാദിൽ നിന്ന് ഡിസൈഡിലേക്ക് പോകാം. ഡിസൈഡിലേക്ക് ഏകദേശം റിയാദ് 150 കിലോമീറ്റർ ദൂരത്തിലുള്ള ഡിസൈഡിലേക്ക് പോവാണ്. ഇന്നവിടെ സ്റ്റാൻഡ്, ഇന്നവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ അവിടുന്ന് വരുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം അവിടുന്ന് വിടുള്ളൂ. ചിലപ്പോൾ നാളെ രാത്രി അവിടുന്ന് വിടാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ റിയാദിൽ നിന്ന് കസീം റോഡിലേക്ക് കയറി കസീം റോഡിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുക. അതായത് എക്സിറ്റ് 4 നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റിലേക്ക് ഇറങ്ങിയിട്ട് കസീം റോഡിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം 154 കിലോമീറ്റർ ഉണ്ട് നമ്മൾ റിയാദിൽ നിന്ന് എക്സിറ്റ് 6 നിന്ന് 154 കിലോമീറ്റർ പോയതിനു ശേഷം അവിടെ ഡിസൈഡിൽ നിന്ന് ക്യാമ്പ് ചെയ്തിട്ട് അവിടെ നാളെ വരുള്ളൂ. അപ്പോൾ നമുക്ക് പോകുന്ന കാഴ്ചകളും അവിടുന്ന് സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ടെൻറ്റും കാര്യമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീട്ടിൽ കിടക്കാം. എക്സിറ്റ് 4 നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ അനസ് ബിൻ മാലിക് റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. എക്സിറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അനസ് ബിൻ മാലിക് റോഡാണ്. നമ്മൾ സ്ട്രൈറ്റ് പോകുന്നുണ്ട്. ഇത് റോഡ് സ്പീഡ് ലിമിറ്റ് ഇവിടെ 100 ഉള്ളൂ. കുറച്ചപ്പുറം കഴിഞ്ഞാൽ 120 ആവും. എല്ലാ ഭാഗത്തും ക്യാമറ ഉണ്ട്. അതൊരു ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ക്യാമറ ഉപയോഗിക്കുന്നത് നമ്മളൊരു ഫ്രണ്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. വീഡിയോയിലൊക്കെ നല്ല നല്ല കാഴ്ചകളും കൊണ്ടുവരാം. കുറേ ദൂരം വന്നു. ഇപ്പോൾ പെട്രോൾ അടിക്കാണ്ട് പമ്പിൽ നിർത്തിയിട്ട് പെട്രോൾ ഏകദേശം കാവാകേ ഉള്ളൂ. കുറച്ച് പെട്രോൾ ഉള്ളൂ. പെട്രോൾ ഒന്ന് ഫുള്ളാക്കി തന്നെ എടുത്ത് വിടാമെന്ന് വിചാരിച്ചിട്ട് പമ്പിലാന്നുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഫുൾ ഡീസൻ്റ് ആയിരിക്കും. പിന്നെ പമ്പും കാര്യം കിട്ടണമെങ്കിൽ കുറേ ദൂരം പോകേണ്ടി വരും. നമ്മൾ പമ്പ് കാണിച്ചത് പമ്പിൽ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത് വണ്ടിയിൽ പമ്പിൽ ഇപ്പോൾ പെട്രോൾ അടിക്കുന്നുണ്ട് കേട്ടോ. പെട്രോൾ ഇപ്പോൾ ഇത് പെട്രോളിൽ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. പെട്രോൾ ഫുള്ളാക്കുന്നുണ്ട്. ബാക്ക് ഫുള്ള് ലോഡ് സാധനം. ബാക്കിൽ ഒന്നും ഒരു സ്പേസും ഇല്ല. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളെ കണ്ടേ ഫുള്ളാണെന്നിതാ ഫിലിപ്പിൻ ഫ്രം മനാലിയാണ് ഫിലിപ്പിന് പേര് ആൻജി. ദിസ് ഈസ് ആൻജി. അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ള് സാധനം ലോഡാക്കിയിട്ടുള്ളത്. ബാക്കിലൊരു സ്പേസും ഇല്ല. ബെഡും കാര്യം ട്രോളിയും ജാക്കറ്റ് എല്ലാം ഉണ്ട് ഇതിൽ. നല്ല പാട്ടെല്ലാം കേട്ടോണ്ടുണ്ട്. ബാക്കിൽ വേറെ നമ്മൾ ഒച്ചൻ്റെ വേറെ വണ്ടി ഉണ്ട് കേട്ടോ. നമ്മൾ ബാക്കിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ എത്തുന്നുണ്ട്. ഇവിടെയൊന്നും ഗ്യാപ്പിലല്ലോ ഇവനായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പോകും. നമ്മൾ ഹൈവേയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹൈവേയിൽ കയറിയിട്ടാ. ഹൈവേയിൽ സർവീസ് റോഡ്. ഇപ്പോൾ ഹൈവേയിലേക്ക് കയറുന്ന സ്പീഡ് ലിമിറ്റ് 120 ശീശ അങ്ങനത്തെ വെക്കുന്ന സാധനങ്ങളാണ്. ഏഷ്യൻ ഐറ്റംസ് കുക്ക, അതിൻ്റെ ലിക്വിഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഇതിന് ഫുള്ള് ഇസ്തിര ഇതുപോലത്തെ ഇസ്തിര കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. നമുക്ക് ഹൈവേയിലേക്ക് കയറും. കുറേ അങ്ങ് പോയിട്ട് ഹൈവേയിൽ കയറാൻ പറ്റും. മുമ്പൊന്നും ഈ ഭാഗത്തൊന്നും ഒരു കടയും കാര്യമൊന്നും ഉണ്ടായിട്ട് വെറും ഡീസർട്ടായിരുന്നു. ഇപ്പം നല്ല നല്ല ഷോപ്പുകൾ വന്ന് റോഡുകൾ വന്ന്. ഈ റോഡ് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ സർവീസ് റോഡൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ല ഷോപ്പുകളൊക്കെ വന്ന് ഹോട്ടൽ, റൊമാൻസ് ഹോട്ടലാണ്, പമ്പുകൾ, കുറേ വില്ലുകൾ. ഇപ്പം നമ്മൾ കസീം റോഡിൽ കയറണമെങ്കിൽ കുറേ അപ്പുറം പോയിട്ട് ഇപ്പോൾ നമ്മൾ പമ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ് എക്സിറ്റ് ഇറങ്ങിയത്. കുറേ അപ്പുറത്തിട്ട് വേണം നമുക്ക് കസീം റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അത് ആ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ സർവീസ് റോഡിലാണ് ഉള്ളത്. ഇത് പാർക്ക് കഫേ. സൗദികളെല്ലാം എന്താ വെച്ചാൽ അവർ കുറേ ഈ പിന്നെ സിറ്റിയിലുള്ള കടയിലൊന്നും പോയിട്ട് പിന്നെ ഇരിക്കാതെ കുറേ ദൂരെ ലോങ് പോയിട്ട് ഇങ്ങനത്തെ പിന്നെ ഡിസേർട്ട് പോലുള്ള സ്ഥലങ്ങളിലെ കഫേയിൽ പിന്നെ ഇസ്തിര ഇങ്ങനത്തെ എല്ലാം ഒരു എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് സൗദികൾ. ദൂരെല്ലാം ഒരുപാട് ഇസ്തിരാണ്. ഇസ്തിരാന്ന് വെച്ചാൽ അവർ ചെറിയൊരു ആദ്യം ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നാണ് ഇപ്പോൾ ഹൈവേയിലേക്ക് കയറണം. എൻട്രിയാണ്. ചെറിയ ഫോൺ വർക്ക് ചെയ്യുന്നില്ല, സിഗ്നൽ വരുന്നില്ല. വൈഫൈ മാത്രമേ കണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ലൊക്കേഷൻ അവളെ ഫോണിൽ ഇട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രി ചെയ്യുന്നുണ്ട് കസീം റോഡിലേക്ക്. ഏകദേശം 140 കിലോമീറ്റർ ഉണ്ടാവും. നമ്മളിപ്പോൾ ഹൈവേയിലേക്ക് കയറുന്നുണ്ട്. ഇനി അപ്പോൾ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ക്യാമറ ആയിരിക്കും. അതുകൊണ്ട് ക്യാമറ ഇല്ലാതെ പോലീസ് പോകുന്നുണ്ട്. ക്യാമറ എന്ന് പറയുമ്പോൾ തന്നെ പോലീസുകാർ പോകുന്നുണ്ട്. മൊബൈൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ
500 റിയാൽ ഫൈനുണ്ട്. 500 ഇപ്പോൾ 900 റിയാലാക്കിയിട്ടുണ്ട് ഡ്രൈവിങ്ങിന് മൊബൈൽ യൂസ് ചെയ്ത്. ഇനി ഫുൾ ഡിസൈഡ് റോഡിലേക്ക് എത്തിയപ്പോൾ കസീമിൽ 316 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. സാൽബോക്ക് 40 കിലോമീറ്റർ. നമുക്ക് കസീമിലൊക്കെന്നല്ല പോകേണ്ടത്. നമുക്ക് ഇതിനിപ്പോൾ സ്ട്രൈറ്റ് ഒരു 100 കിലോമീറ്റർ പോയിട്ട് സ്ട്രൈറ്റ് പോയിട്ട് 100 കിലോമീറ്റർ കഴിഞ്ഞ ശേഷം പിന്നെ റൈറ്റ് കട്ടാക്കാൻ. ഇനിയിപ്പോൾ ഫുള്ള് സ്ട്രൈറ്റ് റോഡാട്ടോ, ഫുള്ള് ഡിസൈഡ്. ഇനിയിപ്പോൾ വെള്ളിയും കാര്യമൊന്നും കാണില്ല. കുറേ ദൂരം വരെ ഇനി പെട്രോൾ പമ്പൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതുപോലത്തെ ട്രെയിലറും പിന്നെ ലോങ് പോകുന്ന വണ്ടികളും പിന്നെ ഫുൾ ഫാമിലിയും. ഹസ്ബൻഡോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫിലിപ്പീൻ ഭാഷയിൽ. ഹസ്ബൻഡോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ കോൾ. മദീനക്ക് ഇന്ന് 292 കിലോമീറ്ററാണ് മദീന. ക്യാമറ ഉണ്ട് അപ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡിസൈഡിൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, സൗദികൾ വന്നിട്ട് ഇങ്ങനെ ടെൻ്റ് അടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ആണ് ഫുള്ള് ടെൻറ്റുകളാണ്. ക്യാമ ഇത് ഓൺലൈനിലാണ് ബുക്ക് ചെയ്യുന്നത്. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് സ്റ്റേ ചെയ്യും. അതിപ്പോൾ തണുപ്പ് കാലമല്ലേ, തണുപ്പ് കാലമാകുമ്പോൾ വന്നിട്ട് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഇപ്പോൾ സൗദികൾ വന്നിട്ട് ഫാമിലിയായിട്ട് വരും, പിന്നെ ബാച്ചിലറായിട്ട് വരും, ഫുൾ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. നല്ല പെർമിഷൻ വേണം കേട്ടോ. പെർമിഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ പിന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. സൗദിയിൽ ഇപ്പോൾ നിയമം വന്നിട്ടുണ്ട്, അതായത് പെർമിഷൻ ഇല്ലാതെ എവിടെയും പോയി നമ്മൾ ടെൻ്റ് അടിച്ച് താമസിക്കാനോ അല്ലെങ്കിൽ തീയിടാനൊന്നും പാടില്ല. അവിടെ ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഫോൺ താത്തിയത്. 500-900 റിയാൽ ഫൈനാണ് ഡ്രൈവിങ്ങിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇവളാണെങ്കിൽ ഇവിടെ ഫോണിൽ ഇവിടെ ഹസ്ബൻഡോട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, പാട്ട് കേൾക്കൊണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ട് കാഴ്ചകളിങ്ങനെ കണ്ട് പോവാം. അപ്പോൾ പറഞ്ഞു വന്നത്, സൗദിയിൽ നമ്മൾ ഡിസേർട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ടെൻ്റ് അടിക്കാനോ പെർമിഷൻ ഇല്ലാതെ ടെൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ അതുപോലെ തീകൂട്ടി ചൂട് കഴിയാൻ തീ കൂട്ടി വെക്കല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഭയങ്കര ഫൈനാണ്. പിടിച്ച് കൊണ്ടുപോകും. 20,000-40,000 റിയാലൊക്കെ ഫൈനുണ്ട്. 2 ലക്ഷം റിയാൽ വരെ ഫൈനുണ്ട്. അവിടെ ശ്രദ്ധിക്കുക ഇങ്ങോട്ടൊക്കെ ഡിസൈഡിലേക്ക് പോകുന്ന ആൾക്കാർ. ഇങ്ങോട്ട് റൈറ്റിലേക്ക് ബാൻ എന്നൊരു സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് ബാൻ കസീം റോഡിൽ നിന്ന്. ഏകദേശം നമ്മളിപ്പോൾ ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞത്ര കേട്ടോ. 30 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ബാൻബാനിലേക്ക് പോകേണ്ടത്. റൈറ്റ് കട്ടാക്കി ഞാൻ ബാൻബാനിലേക്ക്. നമ്മൾ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ സാൽബോക്ക് എത്തും. സാൽബോക്ക് കഴിഞ്ഞ് പിന്നെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ലൊക്കേഷൻ ഏകദേശം 120 കിലോമീറ്ററോളം ഉണ്ട്. ഇനിയിപ്പോൾ ഒരു 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് കട്ടാക്കാനുണ്ട്. സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ റിയാദിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉണ്ട് കസീമിലേക്ക്. കസീം ബുറൈദയിലേക്ക് 400 കിലോമീറ്റർ ഉള്ളത്. നമുക്ക് കസീം ബുറൈദയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ അകത്ത് നമ്മൾ റൈറ്റ് കട്ടാക്കി പോകും. ഇഷ്ടപ്പെടുന്നുണ്ടോ? പാകിസ്ഥാനിലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ബ്രിഡ്ജിൻ്റെ പണിയില്ല. അവിടെയൊക്കെ പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട് കേട്ടോ. കുറേ വില്ല സംവിധാനം വരുന്നുണ്ട് അവിടെ. അതുപോലെ ഫസ്റ്റ് ഇവർ പ്രൊജക്റ്റൊക്കെ വരുന്ന സമയത്ത് ആദ്യം ഉണ്ടാക്കുന്നത് റോഡാണ്. റോഡ് ഉണ്ടാക്കും, പിന്നെ സ്ട്രീറ്റ് ലൈറ്റും കാര്യമൊക്കെ ഉണ്ടാക്കും, പിന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനും കാര്യമൊക്കെ ഇട്ടിട്ടാണ് പിന്നെയാണ് ഓരോരോ ബിൽഡിങ്ങും വില്ലകളൊക്കെ വരിക. പിന്നെ അവിടെ അവരെ ഓഫീസർമാർ ഒരു താൽക്കാലിക ടെൻ്റ് ഉണ്ടാവും. സാൽബോക്ക് എത്തി. സാൽബോക്ക് എത്തുമ്പോൾ ഒരു പുതിയ ചെക്ക് പോയിന്റ് ഉണ്ട്. ഇത് മുമ്പൊന്നും ഉണ്ടായിട്ടാണ്. ഈ ചെക്ക് പോയിന്റ് ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത്. അതായത് 10 വർഷം മുമ്പ് ഇതിനോട് വന്നിരുന്നു. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. 4 വർഷം മുമ്പ് വന്നിരുന്നു. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഈ ചെക്ക് പോസ്റ്റ് പുതിയതായിട്ട് വന്നത് സാൽബോക്കിൽ. ഫുള്ള് ക്യാമറ ഉണ്ട്, എല്ലാ ഭാഗത്തും ക്യാമറ. അതായത് AI ക്യാമറ ഉണ്ടല്ലോ അതിൻ്റെ റൗണ്ട്, അതെല്ലായിടത്തും ഉണ്ട്. അതെന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ഫോണ് സീറ്റ് ബെൽറ്റ് അതൊക്കെ അതിൽ ഫൈൻ വരും. ഇപ്പോൾ 500 റിയാലായിരുന്നു ഫോണിന് ഉപയോഗിച്ചാലുള്ള ഫൈൻ. ഇപ്പോൾ 900 റിയാലാക്കിയിട്ട് പറയുന്നത്. 900 റിയാലാണ് ഇപ്പോൾ ഫൈൻ. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. പകല് ചൂടാണ്, പകലത്തെ തണുപ്പില്ല. അതുകൊണ്ട് വണ്ടിയുടെ അകത്ത് AC ഇട്ടിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും കേട്ടോ. ഇവിടുന്ന് ഏകദേശം മജ്ജമേൽ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് മജ്ജമേലേക്ക് 150 കിലോമീറ്റർ ഉണ്ട്. റിയാദിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ 50 കിലോമീറ്റർ ഏകദേശം നമ്മൾ മൂവ് ചെയ്തിട്ടാണ്. 50 കിലോമീറ്റർ കഴിഞ്ഞ് മജ്മ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കിട്ടുന്ന 150 കിലോമീറ്റർ ഉള്ളത്. അതും നല്ല മസറ പിന്നെ ലൊക്കേഷനാണ്. മസറയിലുള്ള കസീം ബുറൈദയാണ്. കസീമൊക്കെ ഭയങ്കര മസറയാണ്. അതായത് ഈന്തപ്പഴ തോട്ടം ഒരുപാട് തോട്ടമാണ്. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ തോട്ടങ്ങളുള്ളത് കസീമിലാണ്, കസീം ബുറൈദ. നമുക്ക് പോകേണ്ടത് കസീമിലേക്ക് എത്തണ്ട, മജ്മയിലേക്ക് എത്തണ്ട. അതിന് മുമ്പേ നമ്മൾ റൈറ്റ് കട്ടാക്കിയിട്ട് പോകും. ഇത് നമ്മൾ പോകുന്നതും ഒരു തോട്ടത്തിലേക്കാണ്, മസറയിലേക്കാണ് പോകുന്നത്. മസറ വെച്ചാൽ തോട്ടം. അപ്പോൾ തോട്ടത്തിലേക്കാണ് പോകുന്നുള്ളത്. തോട്ടത്തിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാം. മരുഭൂമി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. എവിടെ നോക്കിയാലും മരുഭൂമി മാത്രമേ ഉള്ളൂ.
അങ്ങനെ അതിൻ്റെ കുറച്ച് ടെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാമറകൾ, പിന്നെ ഈ ഒട്ടകത്തിൻ്റെ മേയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവിടെ ക്യാമറ ഉണ്ടല്ലോ. 120 സ്പീഡ് ആണ് ഇവിടെ ലിമിറ്റ് ഉള്ളത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന 100-110 ഇങ്ങനെ ആയിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങ് അവിടെ ക്യാമറ ബില്ല് ഉണ്ട് കേട്ടോ. അത് മൊബൈൽ ക്യാമറ, മൊബൈൽ ഉപയോഗിക്കുന്നതിൽ ക്യാച്ചാക്കുന്ന ക്യാമറ ആണല്ലോ, ലേ ക്യാമറ. നമ്മൾ വന്ന് റിയാദിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വന്നതാണ്. അതായത് ഫുള്ള് ഇതേപോലെ സാധനം ഫുള്ള് ലോഡാക്കിയിട്ട് ഞാൻ ഇവിടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മേഡവും പിള്ളേരൊക്കെ അവർ ഫ്ലൈറ്റിന് വന്നതാണ്. നമ്മൾ ദമാമിന് ശേഷം രാത്രി 7 മണിക്ക് വിട്ടത് 11 മണിയാകുമ്പം റിയാദിലേക്ക് എത്തി. സാധാരണ ഞാൻ മേഡം കാര്യമൊക്കെ വണ്ടിയിൽ വരുന്ന സമയത്ത് 4.5 മണിക്കൂറൊക്കെ എടുക്കും. കാരണം പതിയെ വരാൻ പറ്റുള്ളൂ. മേഡം ഉണ്ടാകുമ്പോൾ സ്പീഡിൽ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, മെല്ലെ മെല്ലെന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ രണ്ടാൾ മാത്രമേ ആയതുകൊണ്ട് അവിടെ സ്പീഡ് ലിമിറ്റ് 140 140 ആകുമ്പോൾ ആ 140 തന്നെ വിട്ട് വിട്ട് അത് ഇടയ്ക്ക് മാത്രം നമ്മൾ ദമാമെന്ന് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 150 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 20 കിലോമീറ്റർ അവിടെ ഡിസേർട്ട് ഏരിയ വെച്ചാൽ ഭയങ്കര കർവായിട്ടുള്ള വളവുള്ള ഏരിയ ഉണ്ട്. അവിടെ മാത്രം സ്പീഡ് ലിമിറ്റ് 120 ആണ്. 140 120 ആക്കി ലിമിറ്റിൽ കുറച്ചിട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ മാത്രം 120 കിലോമീറ്റർ. പിന്നെ നമ്മൾ റിയാദ് എത്തുന്നതിന് മുമ്പുള്ള ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ 120 സ്പീഡാണ്. അപ്പോൾ അതേപോലെ ഇവിടെ ഇപ്പോൾ 120 സ്പീഡാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് പിന്നെ ദമാമെന്ന് റിയാദിലേക്ക് വന്നത്. ഇപ്പോൾ റിയാദിൽ നമ്മളിപ്പോൾ ഡിസൈഡിലേക്ക് പോകുന്നുള്ളതും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവർ കുറേ വണ്ടിയുണ്ട്. മേഡം കാര്യം അവർക്ക് വണ്ടിയുണ്ട്. അപ്പോൾ അവരെല്ലാം വണ്ടി വേറെയുണ്ട്. പിന്നെ വേറെ ഡ്രൈവർമാരുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം വെച്ചാൽ ഒരു മസറാണ്, ഫാമാണ്. ആ ഫാമിൻ്റെ അകത്ത് ഒരുപാട് പിന്നെ ഫെസിലിറ്റിയും കാര്യമുണ്ട്. പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം. റിയാദിൽ നിന്ന് ദമാമിലേക്ക് പോകുമ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സാധനം ഫുള്ള്, അതായത് ലോഡും കാര്യങ്ങളും ഫുള്ള് സാധനം വണ്ടിയിൽ ലോഡാക്കിയിട്ട് നമ്മൾ രണ്ട് മാത്രമേ പോകുള്ളൂ. ബാക്കി അവർക്ക് ഫ്ലൈറ്റ് വരും ദമാമിലേക്ക്. അപ്പോൾ നമ്മൾ ഡിസൈഡിലേക്ക് ഫാമിലേക്ക് പോയിക്കൊണ്ട് ഇവിടുത്തെ സ്പീഡ് 140 കേട്ടാ. ഇനിയിപ്പോൾ 140 സ്പീഡ് ലിമിറ്റ് ഇവിടെ ഉള്ളത്. 120 ഇത് കഴിഞ്ഞ് 140 ചവിട്ടി വിടാം. 140 ഇപ്പോൾ സ്പീഡ് ലിമിറ്റ് ഉള്ളത്. ചവിട്ടി വിടാം. 140 മേലേക്ക് കഴിഞ്ഞാൽ പ്രശ്നമില്ല. 140 പോയിക്കൊണ്ടുള്ളത്. റോഡ് സ്പീഡ് ലിമിറ്റ് 140 ആണ്. ചവിട്ടി വിടാം. കാറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. വണ്ടി ഇങ്ങനെ വൈബ്രേഷനാണ്. ഇതിലുണ്ട് സിഗ്നൽ വന്നിട്ടുണ്ട്. വണ്ടി പൊളഞ്ഞുകൊണ്ട് പോകുന്നുണ്ടെന്നുള്ള സിഗ്നൽ. സ്ലിപ്പറിങ് ക്യാമറ ഉണ്ട് കേട്ടോ. കിലോമീറ്ററിലധികമായി, 120 കിലോമീറ്ററായി. 120 കിലോമീറ്ററായി. ഇനിയിപ്പോൾ ഒരു 35-36 കിലോമീറ്റർ ബാക്കിയുണ്ട്. നമ്മൾ ആഞ്ചി ഹസ്ബൻഡിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ കോള്. ഫുള്ള് ഡീസേർട്ടാണ്, വേറെ ഒന്നുമില്ല. നല്ല കാഴ്ചകളാണ്. ഏകദേശം ഇപ്പോൾ അവിടെ റിയാദ് വിട്ടതിന് ശേഷം ഇതേപോലത്തെ സ്ഥലങ്ങൾ തന്നെ ഫുള്ളുള്ളത്. പമ്പും കാര്യമൊന്നുമില്ല. കുറേ ദൂരം പോകുമ്പോൾ മാത്രമേ ഒരു പമ്പ് കിട്ടും. ക്യാമറ വണ്ടി ബൈക്കായിട്ടില്ല. ഡിസ്കവറി വന്നിട്ട് നമ്മള് വണ്ടിയിൽ കയറിയ സമയം മുതൽ തുടങ്ങി സംസാരിക്കാൻ വേണ്ടിയിട്ട്. കെട്ടിയറോട് സംസാരം നിന്നിട്ടേ ഇല്ല. ഫുള്ള് സംസാരത്തിലാണ്. ചെക്ക് പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഒട്ടകത്തിനെ കൊണ്ടുവന്നു അവസായിപ്പോയി. ഓരിൻ്റെ ബാക്കിലെ ഒട്ടകത്തിന് പോലീസുകാരുടെ ഈ വണ്ടിയിൽ ട്രക്കിൽ നിർത്തിയാണ്. ട്രക്കിന് ഓവർടേക്ക് ചെയ്തിട്ട് ഇടിച്ചേടാക്കാണ്ട് പറഞ്ഞു. പോലീസുകാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിലേക്ക് പോകട്ടെ. ഇപ്പോൾ നാട്ടിലെ പോലെ ട്രക്ക് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് പോലീസുകാരത്തേക്ക് നമ്മൾ കൊണ്ട് ആവശ്യമില്ല. പോലീസുകാർ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയിക്കില്ല. അടുത്ത് കാണുന്നു വണ്ടിയിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയി. കാറ്റ് എത്ര ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാ. മണലിങ്ങനെ ബോട്ടൊന്നിങ്ങനെ പാറി കളിക്കുന്നുണ്ട്. വെള്ളവും പോലെ ഒഴുകിക്കൊണ്ട് പോകുന്നു. നല്ല വെള്ളം ഒഴുകും പോലെ
ഇറങ്ങിയിട്ട് അവരുടെ വണ്ടിയിലേക്ക് പോയി. ഏകദേശം നമ്മൾ റൈറ്റ് കട്ടാക്കാനുള്ള എക്സിറ്റ് ഇറങ്ങാനുള്ള എത്താനായിട്ടാണ്. ഏകദേശം 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ഇറങ്ങിയിട്ട്. പക്ഷേ ഇനി 40 കിലോമീറ്റർ ഇനിയുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ നോക്കിയത് സമയമാണ് കേട്ടോ. അത് കിലോമീറ്റർ ആയിട്ടില്ല, ഇനിയുണ്ട് 40 കിലോമീറ്ററോളം ഇനി ബാക്കിയിട്ട്. 27 മിനിറ്റ് കാണിക്കുന്നത്, 40 കിലോമീറ്റർ. ഇപ്പോൾ അവിടുന്ന് നമുക്ക് എക്സിറ്റ് ഇറങ്ങാനുണ്ട്. റൈറ്റ് കട്ടാക്കിയിട്ട് നമുക്ക് ലെഫ്റ്റേക്കാണ് പോകേണ്ടത്. 40 കിലോമീറ്ററോളം ഏകദേശം അരമണിക്കൂറിൻ്റെ എത്തുമായിരിക്കും. ഏകദേശം വണ്ടികളിൽ അട്ടിക്കട്ടി പോകുന്നുണ്ടോ. മോറിസ് ഗാരേജ് പുതിയ വണ്ടികളാണ്. മോറിസ് ഗാരേജിൻ്റെ മോറിസ് ഗാരേജ് രണ്ടിൻ്റെ ബിൽഡിങ്. എക്സിറ്റ് ഇറങ്ങാനുള്ള സ്ഥലത്താനായിട്ടാ, റൈറ്റ് കട്ടാക്കാനുള്ള സ്ഥലത്താണ്. ആജി ഉറങ്ങുക. റൈറ്റ് കട്ടാക്കിയിട്ട് പോകണം. റൈറ്റ് കട്ടാക്കിയിട്ട് എക്സിറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റാന്ന് പോകണം കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ആ റോഡിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റ് ഉണ്ടാ, ഇവിടെ ലെഫ്റ്റ് ഉണ്ട് ഇവിടുന്ന്. ഈ ലെഫ്റ്റ് റൈറ്റ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റിന് എത്ര കിലോമീറ്റർ പോകാണ്ട്? ഏകദേശം 30 കിലോമീറ്റർ, 30 കിലോമീറ്ററോളം പോകണ്ടേ കേട്ടോ. 37 കിലോമീറ്റർ മൊത്തം ഡിസേർട്ടിനുള്ളിലേക്കാണ് അതിന് പോകുന്നത്. ഇപ്പോൾ ഹൈവേ നമ്മൾ ലെഫ്റ്റ് കട്ടാക്കിയിട്ട് ഇതിന് ഫുൾ ഡിസേർട്ട് ആയിരിക്കും. ഫാം, അതായത് മസറ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെ ഉണ്ടാകും ഫുൾ ലോഡാക്കിയിട്ട് സാധനങ്ങൾ ഉണ്ടാകും. പുല്ലുകൾ, ഒട്ടകത്തിന് കൊടുക്കാനുള്ള പുല്ലായിരിക്കും അത്. ഒട്ടകത്തിന് കൊടുക്കാനുള്ള പുല്ലുകൾ. ഇനിയിപ്പോൾ ഒട്ടകത്തിൻ്റെ ക്യാമ്പ് മനുഷ്യരെ കാണൂല, വണ്ടികളൊക്കെ അതിന് കുറവായിരിക്കും. ഇപ്പോൾ ഡിസേർട്ട് അകത്തേക്ക് കയറി ഗരമായ മരുഭൂമികൾ മാത്രമായിരിക്കും. അങ്ങനെ ക്യാമറ കാര്യമൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. പക്ഷെ ഹൈവേയിൽ എല്ലായിടത്തും ക്യാമറ ഉണ്ടാവും, എല്ലായിടത്തും ക്യാമറ ഉണ്ടാവും. അതായത് ഓരോ 200 രൂപ ക്യാമറയാണ്. എത്ര ക്യാമറയിൽ കുടിക്കുന്ന പഠിച്ചോന്നറിയാം. സ്ട്രൈറ്റ് പോയിട്ടായിട്ട് പിന്നെ ഏതോ റൈറ്റ് കട്ടാക്കി ഞാൻ മജ്മയിലേക്ക് പോകാൻ പറ്റും. റോഡൊക്കെ നല്ല അടിപൊളി റോഡാ, ഡബിൾ റോഡാണ്. റോങ് സൈഡിൽ ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടാ. റോങ് സൈഡിൽ നല്ല സ്പീഡിലാണ് വരുന്നവന്. നമുക്കിതായി റൈറ്റിലേക്കാണ് പോകേണ്ടത് കേട്ടാ. ഈ റൈറ്റിലേക്കാണ് പോകേണ്ടത് നമുക്ക്. ഇപ്പോൾ ഒരു 33 കിലോമീറ്ററോളം, 33 കിലോമീറ്റർ ഈ റോഡിലെ കൂടി നമ്മൾ പോകേണ്ടത്. 33 കിലോമീറ്റർ പോകേണ്ട റോഡായത്. സിംഗിൾ റോഡ് കേട്ടാ. ഡിസൈഡിൽ ചെറിയൊരു വില്ലേജ് കേട്ടാ, ചെറിയൊരു വില്ലേജാണ് കേട്ടോ. ഇവിടെ ഒരു പള്ളി, പിന്നെ പമ്പുണ്ട്. പമ്പ് പക്ഷേ ഓപ്പണൊന്നും അല്ലാതെ തോന്നുന്നു. പമ്പല് പൂട്ടി, ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് പമ്പല് പൂട്ടി തോന്നുന്നു. ചെറിയൊരു വില്ലേജാണ് കേട്ടോ. കൂടുതൽ വീടൊന്നുമില്ല, ഒരു 10-20 വീടുണ്ടാവും. കാരണം ഈ ഫാമിൽ താമസിക്കുന്നവരെ വില്ലേജ്, അത് ഫാമിൽ ജോലി ചെയ്യുന്നവരെ വില്ലേജ്. സിംഗിൾ റോഡ്, ട്രക്ക് വരുന്ന വ്യക്തിയാണ്. റോഡത്തിന് പോരാട്ടാ. ഇതെന്തിട്ട് വെള്ളം കെട്ടിട്ട് കൃഷിയായിരുന്നു അവിടെ കാണുന്നില്ലേ, അത് കൃഷിക്ക് വെള്ളടിക്കുന്നതാണ്. ലോങ്ങിൽ വെള്ളം സ്പ്രേ ആക്കുന്നതാണ്. അതിലേക്ക് കൃഷിയാണ്, അത് ഫുള്ള് കൃഷിയാണ്. എന്താണ് കൃഷി എന്നുള്ളത് അറിയില്ല. ഇതിപ്പോൾ ഫുള്ള് കൃഷി സ്ഥലമായി കേട്ടോ. സൗദിയിലെ കൃഷി സ്ഥലങ്ങൾ. ഈത്തപ്പഴത്തോട്ടം, ഈത്തപ്പഴത്തോട്ടം. കാറ്റുണ്ട് കേട്ടോ, പുറത്ത് ഭയങ്കര കാറ്റാണ്. അങ്ങോട്ട് അങ്ങ് ലോങ് കാണുന്നുണ്ടോ പൊടിക്കാറ്റുണ്ട്. നല്ല പൊടിക്കാറ്റിൻ്റെ ഇടയിൽ ഒരു വണ്ടി നിന്ന് നല്ല ലുക്കില്ലേ. പൊടിയുണ്ട്, നല്ല മണൽ കയറുന്നുണ്ട് കാറ്റോട്ട്. റോഡിലേക്ക് മണൽ ഇങ്ങനെ അടിച്ച് അപ്പുറത്തുനിന്ന് മണൽ നേരെ ഇപ്പുറത്തേക്ക് പാസ്സാണ്. ഇപ്പുറം വലിയൊരു ഉപ്പായ പോലെ ആവുന്നു. നല്ല അടിപൊളി റോഡ്. നമുക്കെന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. പുതിയ പുതിയ റോഡുകൾക്ക് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്, ഡിസൈഡിലേക്ക്. നമുക്കിപ്പോൾ എവിടത്തേക്ക് പോകണമെന്നുള്ള ഒരു പിടുത്തമില്ല കേട്ടോ. ഫുള്ള് മസറ ഏരിയ കേട്ടോ. ഇത് തോട്ടങ്ങൾ മാത്രമല്ല, കൃഷി സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വീട് കാര്യം ഒന്നുമില്ല കേട്ടോ ഇവിടെ. ഈ ഭാഗത്ത് മരുഭൂമി വന്നു, വിജനമായ മരുഭൂമി മാത്രം കാണും, വേറൊന്നുമില്ല. ഇതൊരു
കയറിയിട്ട് കുറേ ഇപ്പുറത്തിട്ടേറ്റപ്പോൾ പിന്നെ റൈറ്റ് കട്ടാക്കി വീണ്ടും ഡിസൈഡിൻ്റെ ഉൾഭാഗത്തേക്ക് കയറിയിട്ട് പക്ഷേ റോഡുണ്ട്, ഏത് ഡിസൈഡിലാണ് റോഡുണ്ട്. അപ്പോൾ അവിടെ ക്യാമറ ഉണ്ടെന്ന് പറയാൻ കേട്ടോ. ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് എത്രയാണെന്നുള്ളത് കൊടുത്തില്ല. ഞാനിപ്പോൾ പോകുന്നത് 90, 100 അങ്ങനെ സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നുള്ളത്. പക്ഷേ ഇവിടെ സ്പീഡ് ലിമിറ്റ് 50 ആയിരിക്കും തോന്നുന്നു. ക്യാമറ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അവിടെ ഒരു ഡിസൈഡ് ഉണ്ട്, കുറേ അപ്പുറം ഒരു ബിൽഡിംഗ് പോലെ കാണുന്നുണ്ട്. ചെറിയ വില്ലേജ് ആയിട്ടുണ്ടാവും തോന്നുന്നു. മനുഷ്യനില്ലാത്ത സ്ഥലം മനുഷ്യൻ ഒരു ബക്കാലോ ഒരു പമ്പോ ഒന്നുമില്ല. അപ്പുറം ഒരു ഗേറ്റ് കാണുന്നുണ്ട്. അത് ചിലപ്പം തോട്ടത്തിൻ്റെ ഗേറ്റ് ആയിട്ടാണ് കാണുന്നുള്ളത്. നല്ലൊരു കോട്ട മതിൽ പോലെ അത് കാണുന്ന അതിൻ്റെ അകത്തൊരു ബിൽഡിങ് കാണുന്നില്ലേ, ഏതെങ്കിലും ഷെയ്ക്കിൻ്റെ തോട്ടമൊക്കെ. അപ്പോൾ അവർക്ക് വന്നിട്ട് താമസിക്കാൻ പറ്റിയ വില്ലകളായിരിക്കും അതിനകത്തുള്ളത്. കുറേ നേരത്തെ ഒരു വണ്ടിയില്ല, കുറേ നേരമായിട്ട് ഒരു വണ്ടി പോലും ഇല്ല കേട്ടോ. നമ്മൾ ഈ വണ്ടിയില്ലാതെ ഒരു മനുഷ്യരില്ല. ഞങ്ങൾ രണ്ടുപേരും, ഈ വണ്ടിയും പിന്നെ ഈ റോഡും പിന്നെ ഈ ഡിസേർട്ടും. ഇങ്ങനെ ദൂരത്തോടെ ഇങ്ങനെ കാണുന്ന ഡിസേർട്ടും കുന്നുകളും മാത്രമേ ഉള്ളൂ ഇവിടെ കാഴ്ചകൾ. ഇത് റോസ് ഭയങ്കര ടിക്ടോക്കും ഇൻസ്റ്റയും